വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ, അടുത്തിടെ ഒരു നേഴ്സിംഗ് സ്കൂളിൻ്റെ ലാമ്പ് ലൈറ്റിംഗ് സെറമണിക്ക് പോയപ്പോൾ അതിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ വേഷം കെട്ടിയ ആൾ മൊണാലിസയേക്കാളും കുറച്ചുകൂടി ചിരി നിരന്തരം നിലനിർത്തിക്കൊണ്ട് ഏകദേശം 3/4 മണിക്കൂറോളം ചിരിച്ചുകൊണ്ടിരുന്നു. അതിസുന്ദരമായ ദൃശ്യം ഞാൻ മൊബൈലിൽ പടർത്തിയിട്ട് എൻ്റെ സ്റ്റാറ്റസായിട്ടും പല ആൾക്കാർക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം പുഞ്ചിരി അതീവ സുന്ദരമാണ്. നിങ്ങളെല്ലാവരും പക്ഷേ HIV AIDS ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നമായതുകൊണ്ടോ അല്ലെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ ഗൗരവത്തിലെടുക്കുന്നതോ അറിയില്ല, എല്ലാവരും അതീവ ഗൗരവത്തിലാണ്. ഇങ്ങനെ ഇരിക്കേണ്ട, ചിരിച്ചിട്ടും ശ്വാസം കഴിച്ചിട്ടൊക്കെ ഇരുന്നാൽ മതി. എല്ലാ കാര്യങ്ങൾക്കും ഓരോ നിമിത്തമുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീമതി സിബില സദാനന്ദൻ തലശ്ശേരി പ്രദേശത്തെ അറിയപ്പെടുന്ന ഗായികയാണ്, മാപ്പിളപ്പാട്ട് ഗായികയായിട്ടാണ് ഒരുപാട് പ്രശസ്തി. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ 9ാം ക്ലാസ്സിൽ ഞങ്ങളെ ഡ്രോയിങ് മാഷായിട്ടുള്ളൊരു നാണുമാഷ്, അദ്ദേഹത്തിൻ്റെ മകളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, ഒരു അപൂർവം വനിതാ തബലിസ്റ്റുകൾ തുടങ്ങിയ ഉടമായ അവരുടെ പിതാവാണ് അദ്ദേഹം. അവർ പറഞ്ഞു, നാളെ ആദ്യമായിട്ട് നമുക്ക് ഈ സ്കൂളിൽ ആദ്യമായിട്ടൊരു സംഗീത അധ്യാപിക വരുന്നുണ്ട്, സിബില എന്ന പേര് എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് 3 ദിവസമാണ് തോന്നുന്നു എൻ്റെ അടുത്ത് സ്കൂളിൽ പഠിപ്പിച്ച മാഡം. അപ്പോഴത്തേക്ക് വേറൊരു ഓഫർ കിട്ടിയിട്ട് വേറെ കലാരംഗത്തേക്ക് തിരിച്ചു പോയത്. അപ്പം എൻ്റെ കൈ കൊണ്ട് അവസാനം ദൈവത്തിൻ്റെ വിചിത്രമായ രീതികളിലൂടെ ഇന്ന് അവരെ ആദരിക്കാൻ അവസരം കിട്ടിയേക്കും. കേരള സ്റ്റേറ്റ് കൺട്രോൾ സൊസൈറ്റിയുടെ ചുമതല എനിക്കുണ്ടായത് 23 ദിവസമാണ്. ഒരു അധിക ചുമതലയായിട്ടാണ്. കോഴിക്കോട് DM ആയിരിക്കുമ്പോഴും കേരള സ്റ്റേറ്റ് TB ഓഫീസർ ആയിരിക്കുമ്പോഴും ഒരേ ചുമതല, കുറച്ച് അധികകാല ചുമതല വഹിക്കുകയായിരുന്നു. ആ ബന്ധമേ ഉള്ളൂ. എന്നാലും അടുത്ത ഒരു ഒരുപാട് സൗഹൃദങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വിഷയം സ്ത്രീയാണ്. ഈ സെമിനാറിലെ വിഷയങ്ങൾ സ്ത്രീയും ആരോഗ്യവും എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം ഒഴിവാക്കിയിട്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ പ്രധാനപ്പെട്ട കാരണം ഒരു സെമിനാർ, ഒരു ചടങ്ങ് അവരത് ആർക്കെങ്കിലും ഒരു നമ്മുടെ വിജ്ഞാന ചക്രവാളത്തിൽ ഇവിടെ ഇരിക്കുന്നവർക്കും അതേ സംസാരിക്കുന്നവർക്കും അതേ പുതിയ ആശയങ്ങൾ തലയിൽ ഇങ്ങനെ തള്ളിക്കയറി വരണം. ഒരു ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ പറയില്ലേ, അതുണ്ടാവണമെന്ന് വെച്ചിട്ടാണ് ആരോഗ്യം നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. അതിലൊന്നും പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയത് സ്ത്രീപക്ഷ രാഷ്ട്രീയം, ഇന്നും സ്ത്രീയും കക്ഷി രാഷ്ട്രീയവും എന്നുള്ള ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു ടോപ്പിക് അതിനിട്ട് മാത്രമേ ഉള്ളൂ. സ്ത്രീപക്ഷ രാഷ്ട്രീയം തീർച്ചയായിട്ടും വിശദമായി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. ഞങ്ങളൊക്കെയും സ്ത്രീപക്ഷ രാഷ്ട്രീയം അറിയാതെ വളർന്ന ആളുകളാണ്. ഏകദേശം 40 വയസ്സോളം നമ്മുടെ ജനകീയാസൂത്രണത്തിൽ, നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്. ശാസ്ത്രായത്ത പരിഷത്താണ് അക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നത്. ഇന്നും ഇത് ശക്തമായിട്ട് എതിർക്കുന്ന ഈ ആളുകളെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നാരി ഭരിച്ചിടം, നാരകം നട്ടടം, കൂവളം കെട്ടടം, ഇതൊക്കെ ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞ് ഉള്ള ഒരുപാട് പരിഹസിക്കുന്ന ഒരുപാട് പഴഞ്ചൊല്ലുകൾ കേട്ട് വളർന്നവരാണ്. നമുക്കറിയാം ഇതൊന്നും വാസ്തവമല്ല. അപ്പോൾ നിങ്ങൾ അതിയായിട്ട് ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരു പുരുഷനെ കണ്ടെങ്കിൽ നിങ്ങൾ ആരും അപ്സെറ്റ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു അറിയാം, ഒരു കാര്യത്തിനെ ഏറ്റവും എതിർക്കുന്ന ആളുകളാണ് അവസാനം അതിൻ്റെ പ്രയോക്താക്കളായിട്ട്, അതിൻ്റെ പ്രചാരകമായിട്ട് മുന്നോട്ട് വരുന്നത്. കാരണം അവരുടെ മനസ്സിൽ ഒരു സംഘട്ടം നടക്കുകയാണ്. ഇതുവരെ കേട്ടതോ ശരി, അതോ പുതുതായിട്ട് കേട്ടതോ ശരി. അങ്ങനെ സംഘർഷമുള്ള ആൾക്കാർ അവനവനോട് തന്നെയും അതോടൊപ്പം ഈ പുതിയ ആശയങ്ങൾ അവരോട് പറയുന്ന ആളോട് ഇനി നിരന്തരം തർക്കിച്ചുകൊണ്ടിരിക്കും. തർക്കം അവസാനിച്ച് തോറ്റാലും ജയിച്ചാലും അവരുടെ തലയിൽ ഇത് ശരിയോ തെറ്റോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കും. ദീർഘകാലത്തിൻ്റെ കുറച്ച് കാലം കൊണ്ട് അവർ ശരിയുടെ പക്ഷത്തേക്ക് തനിയെ വരികയും ആദ്യം പരോക്ഷമായിട്ടും പിന്നെ പ്രത്യക്ഷമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ എതിർപ്പ് ഒരു പ്രശ്നമല്ല. ഈ ഒരു ഇടവേളയിൽ അധികം പ്രകോപനപരമല്ലാത്ത ഒരു ഭാഷയിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഭാഗത്തേക്ക് വരുത്താനുള്ള ഏറ്റവും നല്ല വഴി. ചിലപ്പോൾ നിർഭാഗ്യവശാൽ ഇവിടെ സ്ത്രീപക്ഷ രാഷ്ട്രീയക്കാരെന്ന് ചില പ്രതികരണങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ടുണ്ടാകും. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്ന സമയത്ത് പൊട്ടാറായ ബീജസംഭരണികൾ കൊണ്ടാണ് പുരുഷന്മാർ നടക്കുന്നതെന്ന് ഒരു വനിത പ്രസംഗിച്ചു. അത് ബസ്സിൽ ഒരു പ്രത്യേക വിധത്തിൽ സ്ത്രീയെ ഉപദ്രവിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റിയുള്ള കമൻറ്റിലാണ്. അനാവശ്യമാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വിശദമായി ചർച്ച ചെയ്യാനൊക്കെ അവസരമുണ്ട്. എല്ലാവരെയും ശരിയുടെ വഴിയിലേക്ക് കൊണ്ടുവരണം. എന്താണ് ശരി? നമ്മൾ വിചാരിക്കുന്ന പോലെ ശരി മുഴുവൻ ശരിയും മുഴുവൻ തെറ്റായിട്ട് ഏതെങ്കിലും കാര്യം ഉണ്ടാവുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം പറയാം നമുക്ക്. എന്താണത്? അത് നമ്മുടെ തടവുകാർക്ക് വേതനം കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളതാണ്. 500 രൂപയുടെ വേതനം അവർക്ക് അർഹതയുണ്ടോ? അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് വിചാരിക്കുന്നു ശരി ചെയ്യാൻ വിധിക്കപ്പെട്ടവർ, നമ്മൾ ഈ ഹോളിലിരിക്കുന്ന ആൾക്കാരും വേദിയിലിരിക്കുന്ന ആൾക്കാരും, തെറ്റ് ചെയ്യാൻ
തെറ്റ് ചെയ്യുന്ന ദുഷ്ടന്മാർ മറ്റൊരു സ്ഥലത്ത്. അങ്ങനെയാണ് പൂർണ്ണമായിട്ട് വാസ്തവം. വേശ്യയുടെ ചരിത്ര പ്രസംഗത്തെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, ഒരു പരിഹസിക്കപ്പെടില്ലേ വേശ്യയുടെ ചരിത്ര പ്രസംഗം എന്താണ്? അപ്പോൾ എന്നാൽ ബഷീർ എഴുതിയ വായിച്ചാൽ നിങ്ങൾക്കറിയാം, യുദ്ധത്തിൽ ഒരു ഭക്ഷണമില്ല, ഒരു കാലം അവസാനം മോളോട് അച്ഛൻ പറയുന്നത്, മോളെ ആരെയും കൂവി കിടക്ക്. ഒരു ചീഞ്ഞ നാരങ്ങ, ഭക്ഷണമില്ലാത്തതുകൊണ്ട് 2-3 ചീഞ്ഞ നാരങ്ങയ്ക്ക് വേണ്ടിയിട്ട് മോൾ ആരോടെയും പോകുമെന്ന് പറഞ്ഞാൽ വിശക്കുന്ന പട്ടിണി കിടക്കുന്ന അച്ഛൻ, പട്ടിണി മാറ്റുന്ന അച്ഛൻ. ഇത് വേശ്യാവൃത്തിയാണ്. ആരെ നമ്മൾ കുറ്റപ്പെടുത്തുക? തടവറയിൽ കിടക്കുന്ന ആൾക്കാർ നമ്മളെപ്പോലത്തെ മനുഷ്യരാണ്. തെരുവിൽ ജനിച്ചെങ്കിൽ രാജാറാം സ്വാമി എന്നാൾ ജയിലിലാക്കുന്നതിനെ പറ്റി, അയാളെ തൂക്കിക്കൊല്ലാത്തതിനെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. ഒരു തരക്കാട്ടി ഭക്ഷണം കഴിക്കാനുള്ള കുടുംബത്തിലായതുകൊണ്ട് ഇന്ന് മുഖ്യാതിഥിയായിട്ടോ അധ്യക്ഷനാക്കിയ സ്റ്റേജ് വയ്ക്കായിരുന്നു. എല്ലാ മനുഷ്യരും ശരി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ശരിയേതാണ് തെറ്റാതെ ഏതാണ് ശരിയേതാണെന്ന് അറിയാത്തവരുണ്ടോ ഒരുപാട്. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ടാവും. ദുര്യോധനൻ പറഞ്ഞില്ല, ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നചമേ നിവൃത്തി. അതായത് ധർമ്മം ഏതാണെന്ന് എനിക്കറിയാം, അത് ചെയ്യാൻ പറ്റുന്നില്ല. അധർമ്മമാണെന്നറിയാം, ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ നിസ്സഹായത ചിലപ്പോൾ മനുഷ്യന് വന്നു ചേരും. സഹജമായ ദൗർബല്യം കൊണ്ട് വരാം. ഇവിടെയുള്ള ഏതൊരാളെക്കാൾ ഇരട്ടി തടിയുണ്ട് ഞാൻ. എന്നാലും 11 മണിക്കെങ്കിൽ പലഹാരം കിട്ടിയാ, പഴംപൊരി ചായ എന്ന കേരളത്തിൻ്റെ ദേശീയ പലഹാരം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ തിന്നു പോകുന്നതാണ്, വേണ്ടെന്നൊക്കെ വിചാരിക്കും. ഇതുപോലെ തന്നെയാണ് മനുഷ്യർ. ഒരു ക്രൈം ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ വേണ്ടെന്ന് പലതവണ വിചാരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മദ്യം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വാശി കൊണ്ടായിരിക്കും. മറ്റേ പാർട്ടിക്കാരനെ കുത്തി അമർത്തിയേ തീരുള്ളൂ. അല്ലെങ്കിൽ വഞ്ചിച്ച ഭാര്യയെ, വഞ്ചിച്ചെന്ന് സംശയം തോന്നിക്കുന്ന ഭാര്യയെ കൊന്നേ തീരുള്ളൂ. അല്ലെങ്കിൽ പരസ്യമായിട്ടാണ് ഇവിടുത്തെ MT എഴുതി പ്രശസ്തമാക്കിയ ഇവിടുത്തെ വീറ്റ് ഹൗസിലെ കൊലപാതകം. ഒരു കുടുംബത്തിൽ ഒരാളെ പറ്റി ഒരു കുടുംബത്തിനെ പറ്റി എന്തോ ചെറിയ തമാശ പറഞ്ഞാണ് ഇഷ്ടപ്പെടാതെ ഒറ്റ കുത്തിന് മറ്റേ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മറ്റൊരാളെ കുത്തി കൊന്നതാണ്. ജയിലിലിരിക്കുന്നവർ നമ്മൾ തന്നെ. ഇനി ഒരു സമരം വന്നു കഴിഞ്ഞാലോ? സമരം വന്നാൽ ജയിലിൻ്റെ മതിലുകൾ ഇങ്ങോട്ട് കയറി വരും. എത്രയെത്ര കള്ളക്കേസുകൾ. പാണൂർ ഒരു പരിസ്ഥിതി പ്രവർത്തകനെ ഞായറാഴ്ച പഞ്ചായത്ത് ഓഫീസിന് മുറ്റത്തോട്ട് നടക്കുമ്പോൾ അറസ്റ്റ് ചെയ്തു. ഈ ഞായറാഴ്ച അറസ്റ്റ് ചെയ്യുന്ന രഹസ്യമുണ്ട്. മജിസ്ട്രേറ്റുമാർ ഞായറാഴ്ച ഇതൊന്നും കേൾക്കില്ല, എന്താ ജാമ്യാപേക്ഷ കേൾക്കില്ല. ഒരു ദിവസമെങ്കിലും ജയിലിലുണ്ടെന്നുള്ള ഉദ്ദേശത്തോടിയിട്ട് ഒരു പരിസ്ഥിതി പ്രവർത്തനം അറസ്റ്റ് ചെയ്തു. പക്ഷേ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തതേം പുറത്തുപോയി. ഏതൊരു മനുഷ്യനും ഇങ്ങനെയൊക്കെ കൂടി ആവാം ജയിലിലെത്തുന്നത്. ഒരു പ്രശസ്തമായ കഥയിൽ ഒരു കൂട്ടം ആളുകൾ യാത്ര ചെയ്യുമ്പോൾ അതിൽ കമേഴ്ഷ്യൽ സെക്സ് വർക്കറായ സ്ത്രീയും കൂടി വന്നു ചേർന്നു. ഇപ്പോൾ എല്ലാവരും അവരെ പരിസ്ഥിതിച്ചു. നമ്മുടെ നാട്ടിലാണ് എട്ടോ എന്നുള്ള ഒച്ചയൊക്കെ ഉണ്ടാകും, വെടിയാന്നുള്ള അർത്ഥത്തിൽ പരിഹസിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഒരു കൂട്ടം കൊള്ളക്കാർ വണ്ടി തടയുന്നത്. വണ്ടി തടഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ വേണം നമുക്ക്, എന്നാൽ വണ്ടി വിട്ടേക്കാം പറഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ സ്വഭാവം മാറി. എല്ലാവരും ഈ കമേഴ്ഷ്യൽ സെക്സ് വർക്കറുടെ കാലിൽ വീഴാണ്. നിനക്ക് ശീലമുള്ളതല്ലേ, എൻ്റെ കുടുംബത്തിന് ശീലമില്ലാത്തല്ലേ, ദേവി അത് സഹായിക്കും, നീ രക്ഷക എന്ന് പറഞ്ഞു. നമ്മുടെ കാവട്യത്തിന് നേരെ എറിഞ്ഞ ഒന്നാന്തരം ഒരു അടിയാണ്, ഒരു വടിയാണ്. നല്ലത് ചീത്ത എന്ന് രോഗം രണ്ടായി തിരിഞ്ഞിരിക്കുന്നത് ഈ പ്രായത്തിൽ, പ്രത്യേകിച്ച് ഈ പ്രായത്തിലെ കുട്ടികൾക്ക് തോന്നും. എൻ്റെ പാർട്ടി ശരി, മറ്റേ പാർട്ടി തെറ്റ്. എൻ്റെ മതം ശരി, മറ്റേ മതം തെറ്റ്. പുരുഷ രാഷ്ട്രീയം ശരി, തെറ്റ് അല്ലെങ്കിൽ ശരി, സ്ത്രീപക്ഷ രാഷ്ട്രീയം തെറ്റ് അല്ലേ ശരി. ഇത് രണ്ടിനിടയ്ക്കൊരു ഇടവേളയില്ല, ഒരു കോംപ്രമൈസ് ഇല്ലാന്ന് തോന്നും നമുക്ക് അങ്ങനെയല്ല. ഇങ്ങനെ രണ്ട് പക്ഷമില്ല. പലപ്പോഴും രണ്ടിനിടയുള്ള കാര്യങ്ങൾ കാണും. പരിഹരിക്കേണ്ട പ്രശ്നമല്ലാതെ എൻ്റെ ഒരു പക്ഷത്തിന് വലിയ പ്രാധാന്യമില്ലെന്ന് കുറച്ച് കാലം മറ്റേ മനസ്സിലാവുള്ളൂ. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ് നിങ്ങളെ മുൻവിധിയില്ലാതെ നോൺ ജഡ്ജ്മെൻ്റൽ അപ്രോച്ച് എന്ന് പറഞ്ഞ കാര്യം പഴയം പഠിപ്പിച്ചത്. പണ്ട് ലൈംഗിക രോഗവുമായിട്ട്, ലൈംഗിക ബന്ധത്തിലൂടെ പകർന്നു കിട്ടിയ രോഗവുമായിട്ട് വന്ന ആളോട് നമ്മൾ ചീത്ത പറയായിരുന്നു. എന്തിനാണ് വേണ്ടാത്ത മണിക്ക് പറ്റി ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് എന്താ, അവരെ സ്നേഹത്തോടെ പെരുമാറുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഡോക്ടർമാരുടെ അടുത്ത് പോകും. എത്ര പേരുണ്ടായിരുന്നു ലൈംഗിക രോഗം ചികിത്സിക്കുന്നത്, പരസ്യം ചെയ്യുന്ന ആൾക്കാർ. ഇത് ആർക്കും പറ്റാവുന്നതാണ്. ശരി തെറ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യനിങ്ങനെ പറ്റിപ്പോകും എന്നുള്ള നോൺ ജഡ്ജ്മെൻ്റൽ അപ്രോച്ച് വന്നപ്പോഴാണ് HIV എയ്ഡ്സിലെ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർ, വകുപ്പല്ല മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കൊക്കെ എടുത്ത ആൾക്കാർ ഇവരെ കാണുകയും ശരി തെറ്റ് എന്നല്ല, ആരോഗ്യകരമായി ജീവിക്കാൻ, ശരിയായി ജീവിക്കാൻ എന്ന വാക്ക് ഉപയോഗിക്കാതെ ആരോഗ്യകരമായി ജീവിക്കാൻ നിങ്ങളെ ഞങ്ങൾ വിധിക്കുന്നില്ല, ഇതൊക്കെ ലോകത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാണ് എന്നുള്ള സമീപനത്തോടെ പോയപ്പോഴാണ് വലിയൊരു ബ്രേക്ക് ത്രൂ നമുക്കുണ്ടായത്. ഒരുപാട് ആൾക്കാരെ ചികിത്സയുടെ കൊടുക്കയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതുവഴി നമ്മൾ സമൂഹത്തെ രക്ഷിച്ചു. ജയിലിലെ ആൾക്കാരോട് അങ്ങനെ സമീപനം എടുത്താൽ മാത്രമേ നമ്മൾ ക്രമസമാധാന പ്രശ്നങ്ങൾ കുറയുള്ളൂ. അല്ലാതെ കയറുമ്പോൾ, പണ്ടൊക്കെ ജയിലിൽ കയറുമ്പോൾ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഒന്ന് ഒരടിയോടെ കയറ്റി വിടുള്ളൂ. ഹീനമായി എന്ന് പറയുന്ന കുറ്റം ചെയ്യുന്ന ആൾക്കാരെ നിരന്തരം അടിക്കുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെയും സഹതടവുകാരെ അടിക്കുമായിരുന്നു. നമ്മൾ പറയും കൊള്ളട്ടെ പറ്റെങ്കിൽ വേണം സ്പോട്ടിൽ തന്നെ കൊന്നുകളട്ടെ. ഖൈറ ഒരു സംഭവം ഉണ്ടായില്ലേ, ബലാത്സംഗ കേസിലെ പ്രതികൾ അങ്ങ് വെടിവെച്ച് കൊന്നു കളഞ്ഞു.
ഇന്ത്യ മുഴുവൻ കൈയടിക്കുകയാണ്. ഒരു പത്രം മാത്രം എഴുതിയത് ക്രൈം ആസ് പണിഷ്മെൻറ്റ്, അതായത് കൃത്യ ശിക്ഷയായിട്ട് മറ്റൊരു ക്രൈം എന്ന് എഴുതിയത് ഒറ്റ പത്രമാണ് കേരളത്തിൽ, ഇന്ത്യയിൽ. സോ ഇതാണ് കസാഖ്സിനോട് എൻ്റെ കടപ്പാട്. നോൺ ജഡ്ജ്മെൻ്റ് അപ്രോച്ച്, വിധിക്കാത്ത ഒരു സമീപനം, അതുമായിട്ട് മുന്നോട്ട് വന്നവരാണ്. ഇന്ന് അതുകൊണ്ട് തുറന്ന മനസ്സോടെ നിങ്ങൾ ഈ ഇന്നത്തെ ചർച്ചകളൊക്കെ കേൾക്കണം, നിങ്ങളുടെ മനസ്സിൽ പ്രോസസ്സ് ചെയ്യണം. ശക്തമായ എതിർപ്പ് ഓർമ്മിച്ചോളൂ, ശക്തമായ ആനുകൂല്യത്തിൻ്റെ തുടക്കമാണ്. നിരാശരാവേണ്ടതില്ല, ഏത് കാര്യമായി കഴിഞ്ഞാലും അങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ. ഇത്രയധികം യുവതി യുവാക്കൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം ഈ വളരെ ഫ്രൂട്ട്ഫുൾ ഫലപ്രദമായ ഒരു ദിവസമായി തീരട്ടെ. മറ്റു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഇന്ന് നമ്മുടെ NSS ഗീതം പാടുന്ന ആൾക്കാർ ഒരുപാട് കവിതയുള്ള ശ്രീ ഗോപിനാഥൻ്റെ ഒരുപാട് കവിതയുള്ള പ്രാർത്ഥനയാണ്. സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയാതാവട്ടെ എന്ന് പറയുമ്പോൾ സത്യം വധ ധർമ്മം ജര എന്നുള്ള ഉപനിഷത്ത് സൂക്തങ്ങൾ നമ്മൾ ഓർമ്മിച്ചു പോകും. അതുപോലെ തന്നെ ധർമ്മത്തിൻ്റെ പാത വാൾത്തലയുടെ വാളിൻ്റെ മൂർച്ച കൂടി അറ്റത്ത് നടക്കുന്ന പോലെ വിഷമമുള്ളതും വേദനിപ്പിക്കുന്നതാണ് എന്നുള്ള ശ്ലോകങ്ങൾ ഓർമ്മ ശ്ലോകം. അപ്പോൾ ഇന്നത്തെ ആൾക്കാരും പറയുന്നത് സത്യം ധർമ്മം എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ പ്രയാസമുണ്ട്. ധർമ്മം കർസ് എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രൊണൗൺസിയേഷനാണ്. അതല്ല, മലയാളത്തിൽ ധർമ്മം തന്നെ പറഞ്ഞാൽ മതി. അത് പറ്റുമെങ്കിൽ സ്നേഹത്തോടെ ഈ ഗാനത്തിനെയും കവിതയെയും പെൺകുട്ടികളെ ഒരുപോലെ ഇഷ്ടപ്പെടാന്നുള്ള സ്നേഹത്തോടെ ഞാൻ പിന്നെ പറയാണ്. നമുക്ക് മാറ്റേണ്ടി എടുക്കേണ്ടതുണ്ട്. മാത്രമല്ല കേരളത്തിൻ്റെ സാമ്പ്രദായിക ചിന്താഗതികളൊക്കെ മാറ്റേണ്ടത്. എങ്ങനെയാണ് ഉദ്ഘാടനം 5 തിരിയിട്ട നിലവിളക്ക് ഓരോരുത്തരി ഒരാൾ കൊടുക്കുന്ന വിശിഷ്ടാതികൾ. ചില സ്ഥലത്താണെങ്കിൽ 5 കഴിഞ്ഞിട്ട് കുറച്ച് വിശിഷ്ടാതികൾക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ള ദേഷ്യം ഉണ്ടാവും. എന്താണ് ഇത് എന്തൊരു മൊണട്ടണിയാണ്, എന്തൊരു ബോറാണ് ശരിക്കും കുറച്ചാൽ. ഒരു ദിവസം വിളക്കാക്കി ഒഴിവാക്കിയ ഉദ്ഘാടനം എന്തായാലും ഞാൻ ആപ്പടെ സ്റ്റേറ്റ് TV ഓഫീസറുടെ സമയത്ത് പറഞ്ഞു ഉദ്ഘാടനം വിളക്ക് വേണ്ട, സാധാരണ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തോളൂ. വർത്തമാനം കൊണ്ട് സുരാജ് വെഞ്ഞാറം ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉദ്ഘാടനം ചെയ്തു. തമിഴന്മാരുടെ നമ്മളെക്കാളും മുന്നേറ്റി കേരളം ഭയങ്കര മുന്നോട്ടാന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പറയാം. തമിഴിലെ ആൾക്കാർ രാഹു കാലത്ത് ഷൂട്ടിംഗ് തുടങ്ങും, ഫിലിം ഷൂട്ടിംഗ്. കോടികൾ ഇറക്കുന്ന ബിസിനസ്സിൽ അവർ പറയും രാഹു ധൈര്യം ഉണ്ടെങ്കിൽ പൊട്ടിക്കും, രാഹു ധൈര്യമെങ്കിൽ പണം പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് രാഹു കാലത്ത് ഷൂട്ടിംഗ് തുടങ്ങും. വിധവ ദുശകുനമാണ് എന്ന് പറഞ്ഞത് ബഹുമാന്യ അശോക് സിംഗളാണ്, BHP ലീഡറാണ്. അതിന് പിന്നാലെ തന്നെ ഒരു വിധവ ഏകദേശം പ്രധാനമന്ത്രിയുടെ എത്തിയായിരുന്നു. പിന്നെ സാങ്കേതിക നിയമപരമായ കാരണങ്ങളാണ് പിന്നോട്ട് പോയത്. തമിഴ്നാട്ടുകാർ വിധവയെ കൊണ്ട് വിളക്കുകൾ തെളിയിച്ചിട്ട് സിനിമ തുടങ്ങുന്നു. കേരളത്തിൽ ആലോചിക്കാൻ പറ്റുമോ? പറ്റണം, മാറ്റണം. ഇന്നത്തെ പോലെ 2026 പോലെ തന്നെയാണ് 2030 നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്നതിനോ കേരളത്തിൻ്റെ ഏക സാഹിത്യ നഗരം എന്ന് അഭിമാനിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. മാറ്റം വന്നേ മതിയാവുള്ളൂ. മാറ്റണം. ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ച സജീവമായിട്ട് നടക്കണം. ഏതൊരാളെയും വിമർശിക്കാം. നമുക്കറിയാം ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അവരുടെ നയങ്ങളെ നിയമത്തിലൂടെ ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമുണ്ട്. ഏത് പ്രസ്ഥാനത്തെയും ചോദ്യം ചെയ്യാൻ അധികാരമുണ്ട്. എല്ലാ പ്രസംഗങ്ങളിലും ഈ ഗവൺമെൻറ് നല്ലത്, ഈ മുഖ്യമന്ത്രി നല്ലത് എന്ന് കേട്ട് ശീലിച്ച് മനുഷ്യൻ തളമ്പിച്ചു പോകുന്നു. ഈ മന്ത്രി നല്ലതും ചീത്തയുമായിരിക്കും പലപ്പോഴും. ചീത്തയും പറയണം, ആരാ പറയേണ്ടത്? പിന്നെ നമ്മുടെ നിയമസഭകളിൽ വിപ്പ് കൊടുക്കുന്നതിനെ ശരിക്കും നിരോധിക്കേണ്ടതാണ്. വിപ്പ് പറഞ്ഞാൽ ഇന്ന ഭാഗത്ത് വോട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് പറയണം എന്നുള്ള പരോക്ഷ നിർദ്ദേശമാണ്. നമ്മൾ ഇത്രത്തോളം അധപ്പതിച്ച സമ്പ്രദായം ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ഒന്നിനെയും വിമർശിക്കാതെ അങ്ങനെ സുഖമായിട്ട് മതി. ഉള്ള വിമർശനങ്ങൾ പലതും രാഷ്ട്രീയ പ്രേരിതമോ അല്ലെങ്കിൽ വെറുതെ ഷോക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പഠിച്ച് വിമർശിക്കുന്ന കുറവാണ്. ചോദ്യം ചെയ്യുന്നത് നമ്മുടെ അവകാശമാണ്. അത് സ്ത്രീപക്ഷത്തു നിന്നും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരുന്നത്. ഞാനൊക്കെ സ്ത്രീപക്ഷ രാഷ്ട്രീയം അറിയാതെ വളർന്നവനാണ്. പല ലേഖനങ്ങളും വായിക്കുകയാണ്. ഒരാൾ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് അതിൽ നിന്ന് എച്ചിൽ വാരി മറ്റൊരു പാത്രത്തിൽ നമ്മുടെ കമ്പോസ്റ്റിലേക്കുള്ള പാത്രത്തിൽ ഇടുന്നൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വായിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ പാത്രം കഴുകാൻ തുടങ്ങിയത്. അപ്പോൾ അറിയാത്തതുകൊണ്ടുള്ള അപരാധമാണ്. എല്ലാവരും ക്ഷമിക്കുക. എന്നാലും അടുത്ത തലമുറ ഇങ്ങനെയായിക്കൂടാ, കുറച്ചങ്ങ് മുന്നോട്ട് പോകണം. ഇതൊക്കെ ഇതുകൊണ്ടാണ് വളരെ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുത്ത ടോപ്പിക്കുകളുമായിട്ട് നമ്മൾ ഈ ദിനം ആചരിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ജില്ലാ ആരോഗ്യ വകുപ്പിന് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഈ അവസരം കോഴിക്കോട് ജില്ലയ്ക്ക് തന്നതിന് കോഴിക്കോട് സ്വദേശിയുടെയായ നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടർ പരിചയക്കാരെയും കൂടിയായിട്ടുള്ള ശ്രീ പീയൂഷ് നമ്പൂരിപ്പാട് അഡീഷണൽ ഡയറക്ടറോട് എനിക്ക് നന്ദിയുണ്ട്. ഒരു വലിയ ടീം, കസാഖ്സിൻ്റെ ടീം ഇങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരോടും അതിയായ സ്നേഹമുണ്ട്. പങ്കെടുത്ത എല്ലാവരോടും സ്നേഹമുണ്ട്. ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാം. ഈ മനോഹരമായ വേദിയിൽ എനിക്ക് സംസാരിക്കാൻ അവസരം തന്നതിന് സംഘാടകർക്ക് നന്ദി. എൻ്റെ ഈ യാത്രയെ മുൻനിർത്തി എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങളിൽ വിശ്വസിക്കൂ. നിങ്ങൾ സ്വപ്നങ്ങൾ കാണൂ. പക്ഷെ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ, അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും കൂടെ വേണം. നിങ്ങൾക്ക്
ഒരു ലിമിറ്റ് വെക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കൊരു ലിമിറ്റും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. നിങ്ങളെ ആരും ഓക്കെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ പറയണം ഓക്കെ എനിക്കത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്ന്. നമ്മൾ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാതായിട്ട് ഒന്നുമില്ല. സ്ത്രീകൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കണം. ഈ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നമ്മളൊരു കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഈ ലോകം തന്നെ നിങ്ങളെ കൂടെ നിൽക്കും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. AKG Memorial Cooperative Hospital, Kannur. Astromims Hospital, we'll treat you well. Chala East, Kannur. Madaras India Hospital, Pamban Madhavan Road, Thalappu, Kannur. Phone 04972761303. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. സംഗീതം പഠിച്ച് ഒരു സംഗീത ടീച്ചറാവാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ കൊളവല്ലൂർ ഹൈസ്കൂൾ ആദ്യമായിട്ട് സംഗീത ടീച്ചറായത്. അത് 2-3 ദിവസം മാത്രമേ അവിടെ പോകാൻ എനിക്ക് സാധിച്ചുള്ളൂ എന്നുള്ളത് നമ്മുടെ ഗസ്റ്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയ ഒരു വലിയൊരു കാര്യം. അതിനുശേഷം മലപ്പുറം ജില്ലയിൽ ഒരു സംഗീത അധ്യാപികയായിട്ട് ഞാൻ 1 വർഷത്തോളം ജോലി ചെയ്തു. എങ്ങനെയായിരുന്നാലും പല കാരണങ്ങൾ കൊണ്ടും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും ഞാൻ സംഗീത രംഗത്തേക്ക് തന്നെ കടന്നു വന്നു. എൻ്റെ ജീവിതം മുഴുവനും സംഗീതത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ വൈകിയ സന്ദർഭത്തിലും എന്നെ ആദരിക്കുവാൻ കാണിച്ച സന്മനസ്സിന് ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഈ പുതിയ ജനറേഷൻ മുന്നിൽ പാടാൻ പഴയ ആൾക്കാർ പാടുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം എനിക്കറിയില്ല. ഞാൻ പഴയ പാട്ട് പാടാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും സീനിയറായിട്ടുള്ളൊരു ഗായികയുടെ പാട്ട് നിങ്ങൾ അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹേമന്ത നീല നിശീതിനായിട്ട് വർണ്ണിക്കുന്നത്. പിന്നെ ഒരു ചന്ദ്രനാണ്. പിന്നെ ജീരക കസവിൻ്റെ പുടവ ചുറ്റി രാത്രി. അപ്പം പി കുഞ്ഞിരാമൻ നായരുടെ ഒരു അഭിമുഖത്തിൽ ഈ രാത്രി എന്ന അമ്മയ്ക്ക് ഒറ്റ കറുത്ത സാരി മാത്രമേ ഉള്ളൂ ചുറ്റാൻ എന്ന് പറഞ്ഞതിൻ്റെ ചെറിയ ആശയ അനുവാദമാണ്. ഒരുപാട് നക്ഷത്രങ്ങളുള്ള ആകാശത്തിനാണ് മറ്റേ ജീരക കസവുള്ള പുടവ ചുറ്റുന്ന കാര്യം പറയുന്നു. അതിസുന്ദരമായ കവിതയാണ്. ന്യൂജനല്ല എല്ലാ ജനും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു ശിവല മാം. ഒരു വനിതാ ദിന ആഘോഷത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതുവരെ നേടിയിട്ടുള്ള സ്വാതന്ത്ര്യം, സമത്വം എന്ന് പറയുന്നത് ഒരു പരിധിവരെയുള്ള സ്വാതന്ത്ര്യവും സമത്വവും നേടിത്തന്ന ചരിത്രത്തിലുള്ള സ്ത്രീകളെ ഓർമ്മിക്കാനും അവരെ ഒന്ന് സല്യൂട്ട് ചെയ്യാനും ആദരിക്കാനുമാണ് ഞാൻ ഈ ഒരു സമയം ഉപയോഗിക്കുന്നത്. അതുപോലെ വിമൻസ് ഡേ ആഘോഷങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഇന്നിവിടെ നടക്കുന്ന ചർച്ചകളോ സംഭാഷണങ്ങളോ ചിലപ്പോൾ ചില പുതിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ കാണുമ്പോൾ നമ്മൾ സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. അത് വനിതാ ദിനമായതുകൊണ്ട് മാത്രമല്ല, പൊതുവിടങ്ങളിൽ എപ്പോൾ നോക്കിയാലും നമ്മളിപ്പോൾ സ്ത്രീകളെ തന്നെയാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ നമ്മളുടെ പേഴ്സണൽ സ്പേസിൽ, നമ്മുടെ വീടുകളിൽ നമുക്ക് എത്രത്തോളം സമത്വമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇന്നത്തെ
സംസ്ഥാനതല വനിതാ ദിന ആഘോഷങ്ങൾക്ക് കോഴിക്കോട് IMAയുടെയും വിമൻ ഇൻ IMAയുടെയും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമ്മളുടെ ഈ ഒരു വനിതാ ദിനത്തിനോടനുബന്ധിച്ച് നമ്മളുടെ എല്ലാ വർഷവും നമ്മൾ കൃത്യമായിട്ടും നമ്മളുടെ അന്താരാഷ്ട്ര ലോക വനിതാ ദിനം നമ്മളിവിടെ ആഘോഷിച്ച് വരുന്നതാണ്. അപ്പം ഈ ഒരു ആഘോഷത്തിൽ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സമൂഹത്തിലേക്ക് നമ്മളുടെ വനിതകൾ നമ്മൾക്ക് നൽകിയിരിക്കുന്ന അവരുടേതായ അമൂല്യമായ സംഭാവനകളെ കൃത്യമായി ആദരിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളിത് കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ മുന്നോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും കൃത്യമായിട്ടും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ നേട്ടങ്ങളും അവർക്ക് ആവശ്യമായുള്ള സമത്വങ്ങളും കൃത്യമായിട്ടും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ സമൂഹം ഒത്തൊരുമയോടുകൂടി നിൽക്കണമെന്ന് പറയുന്നു. ഈ ഒരു വനിതാ ദിനത്തിന് വേണ്ടി എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഒരു ആശംസ അർപ്പിക്കുക എന്നുള്ളത്, ആശംസയെക്കാട്ടിലും എനിക്ക് ഒറ്റ വാക്കിൽ നിങ്ങളോടൊരു ഒരു 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 ചോദ്യം ചോദിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ രാജാറാം സാറ് വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രസംഗം, അധ്യക്ഷ പ്രസംഗം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു പുസ്തകമാണ്. ഞങ്ങൾക്ക് 23 ദിവസമേ ഡോക്ടർ രാജാറാം സാറിനെ ഞങ്ങളുടെ കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയിൽ പ്രൊജക്ട് ഡയറക്ടറായിട്ട് കിട്ടിയുള്ളൂ. അതൊരു വലിയ സങ്കടമാണ്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്നു തരാൻ അദ്ദേഹത്തിൻ്റെ അറിവുകൾ നമ്മളെ സഹായിക്കുമായിരുന്നു. പക്ഷേങ്കിലും ഏറ്റവും ബഹുമാനം എന്ന് പറയുന്നൊരു വികാരം ഡോക്ടർ രാജാറാം സാറിലൂടെ നമ്മൾ കൊടുക്കുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൽ കണ്ടത് ഒരു ലാളിത്യഭാവമാണ്. എപ്പോഴും ഒരു കുട്ടികളുടെ ഒരു ഭാവം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് ഞാൻ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം തന്നെയാണ്. ചിരിച്ച മുഖത്തോടുകൂടി മോളെ എന്ന് മാത്രമേ നമ്മുടെ സ്ത്രീകളായിട്ടുള്ള ഏതൊരാളും അദ്ദേഹത്തിന് മുന്നിലെത്തുമ്പോൾ അദ്ദേഹം സംബോധന, ഈ വനിതാ ദിനത്തിൽ എനിക്ക് എടുത്തു പറയാൻ ആ ഒറ്റൊരു കാര്യമേ ഉള്ളൂ. മോളെ എന്ന് വിളിച്ചുകൊണ്ട് സംബോധന ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അഹങ്കാരങ്ങളും മാറി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു കൊച്ചുകുട്ടിയായി മാറുന്നു. ഇതെനിക്ക് മാത്രം തോന്നിയൊരു വികാരമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു വികാരം ഈ അവസരത്തിൽ പറയാതെ പോയാൽ അത് വലിയൊരു സങ്കടമാകും. ഇന്ന് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, സ്ത്രീ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിവിടെ ഒരുപാട് ശാക്തീകരണ പരിപാടികളും മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കിട്ടിയാലേ ചില സ്ത്രീകൾ നന്നാവുള്ളൂ എന്നുള്ള പ്രതിജ്ഞയിൽ പോകുന്ന ഒരു സമൂഹം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആരൊക്കെ നമ്മളെ ശാക്തീകരിച്ചാലും ആരൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ സ്പീച്ച് തന്നാലും നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടതെന്നുള്ള ഒരു തീരുമാനം നമുക്ക് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചു വരുന്ന ഓരോ വ്യക്തികളുമാണ്. അപ്പോൾ നമ്മുടെ കുടുംബ പശ്ചാത്തലം, നമ്മളുടെ വിദ്യാഭ്യാസം, നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകൾ, ഇതെല്ലാം നമ്മളെ ആശ്രയിച്ചാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി കാലം, ബഹുമാനപ്പെട്ട നമ്മുടെ ഡോക്ടർ ജസീല അവറുകൾ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ കണ്ട് ഭയന്ന് നിൽക്കാതെ ആ പ്രതിസന്ധികളിൽ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ നാം ശക്തരാകേണ്ടതുണ്ടോ എന്നുള്ളത് നാം തന്നെയാണ് തിരിച്ചറിയേണ്ടത്. നമുക്കൊന്നും പരിമിതപ്പെടുത്തിയിട്ടില്ല. ഈ ലോകം തുറന്നു കിടക്കുകയാണ്. ഈ തുറന്ന ലോകത്തിൽ എങ്ങനെ നമുക്ക് നല്ലൊരു വ്യക്തിയായി ഈ സമൂഹത്തിൽ മറ്റൊരാൾക്ക് മാതൃകയായി, നമുക്ക് ഒരു സ്ത്രീ സമൂഹത്തിനൊരു മാതൃകയായി നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മളിൽ തന്നെ ഒരു തിരിച്ചറിവ് കൊണ്ടുവരികയും ആ തിരിച്ചറിവിലൂടെ നമ്മൾ സ്വയം ശാക്തീകരിക്കപ്പെടുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ എല്ലാവരെ പോലെയും സമത്വത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. വിമൻസ് ഡേ എന്നുള്ള ആ ഒരു വാക്ക്, ആ വിമൻസ് അല്ലെങ്കിൽ വിമൻ എന്ന് പറഞ്ഞൊരു വാക്കിനെ നമ്മളൊന്ന് പകുതിയായി മുറിച്ചെടുത്താൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്ക് ആ വാക്കിൽ തന്നെയുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഇവിടെ സ്ത്രീക്ക് മാത്രമായിട്ടും ജീവിക്കാൻ കഴിയില്ല, പുരുഷന്മാർക്ക് മാത്രമായിട്ടും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ തുല്യ സമത്വവും തുല്യ അംഗീകാരവും തുല്യ അവകാശവും സ്ത്രീ എന്ന് പറയുന്ന സമൂഹത്തിനും കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരിയായ സമയത്തിൽ ശരിയായ തീരുമാനമെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ഈ ഒരു അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു സന്ദേശമായി പറയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാർച്ച് 8 ലോക വനിതാ ദിനം എന്ന് പറയുന്നത് നമ്മളെ കലണ്ടറിലൊരു തീയതി എന്ന് അല്ലാതെ വനിതകളുടെ ദിനം എന്നതിനപ്പുറത്തേക്ക് വനിതകൾ അല്ലെങ്കിൽ സ്ത്രീകൾ നൂറ്റാണ്ടുകളായി നടത്തി വന്ന പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രമാണ് അതിന് പറയാനുള്ളത് എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ ദീർഘിക്കുന്ന അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സമയം സംസാരിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതോടൊപ്പം നമ്മളെ ബാധിക്കുന്ന 3 വിഷയങ്ങൾ ഇവിടെ
സെമിനാറിൻ്റെ രൂപത്തിലിവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഈ വർഷത്തെ 2026 ലോക വനിതാ ദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഗിവ് ടു ഗെയിൻ എന്നുള്ളതാണ്. നേട്ടത്തിനായി നൽകുക. നമ്മുടെ പരസ്പര സഹകരണത്തിൻ്റെയും പിന്തുണയുടെയും ശക്തി ആണ് ആ ആശയത്തെ മുൻനിർത്തിയിട്ട് ആ ആശയത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ആ ധാരണ നമ്മുടെ ഗിവ് ടു ഗെയിൻ എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി മുന്നോട്ട് പോകാനാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇന്ന് ഇവിടെ ആദരിക്കപ്പെട്ട സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അതുപോലെ തന്നെ നമ്മുടെ ഗായികയെയും ഹാർദ്രമായി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ ഒരു വനിതാ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടും NSS കുട്ടികളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തിയതിന് ഞങ്ങളുടെ പ്രത്യേക സ്നേഹവും ബഹുമാനവും അറിയിക്കുകയാണ്. നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമായിട്ട് 35,000-ഓളം NSS വോളണ്ടിയേഴ്സ് ഉണ്ട്. ഈ ഒരു വോളണ്ടിയേഴ്സ് അതിൽ ഏകദേശം മുൻവർഷങ്ങളെ അപേക്ഷിച്ചിട്ട് 70-80% വോളണ്ടിയേഴ്സായിട്ട് വരുന്നത് ഇപ്പോൾ പെൺകുട്ടികളാണ്, ഗേൾസാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്, കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യ മേഖലയിലാവട്ടെ അതുപോലെ തന്നെ പഠന മേഖലയിലാവട്ടെ എല്ലാ മേഖലയിലും സ്ത്രീകൾ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ്. ഞാൻ പഠിപ്പിക്കുന്നത് ഒരു അധ്യാപക പരിശീലന കേന്ദ്രത്തിലാണ്. ഏകദേശം 15ഓളം വർഷമായിട്ട് അവിടെ വരുന്ന കുട്ടികളിൽ 95% ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വരുന്നതും പെൺകുട്ടികളാണ്. അതുപോലെ ഞാൻ ഈ വോളണ്ടിയേഴ്സിൻ്റെ കേസെടുത്ത് പറഞ്ഞു, അവിടെയും കൂടുതലായിട്ട് വരുന്നത് ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആസാദ് സേന എന്ന പേരിലൊരു സേന രൂപീകരിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി കുറച്ച് കുട്ടികളെ ആവശ്യപ്പെട്ടപ്പോൾ അവിടെയും വന്നത് 99% പെൺകുട്ടികളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതും. കേവലം വനിതാ ദിനം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ദിവസേന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ കുട്ടികളും തയ്യാറാവണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് ശേഷം ഇവിടെ പരിശീലന പരിപാടികളും നടക്കുന്നുണ്ട്. അതിന് NSS വോളണ്ടിയേഴ്സിന് അവസരം നൽകിയ ആരോഗ്യവകുപ്പിനും ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചേർത്ത് നിർത്തിയ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്കും ഞങ്ങളുടെ എല്ലാവിധ സ്നേഹം വീണ്ടും അറിയിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ജയ് ഹിന്ദ്, മനസ്സെന്നാണ്. അപ്പോൾ എൻ്റെ കർത്തവ്യം എന്നുള്ളത് നന്ദി പറയുകയാണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഫേസ്ബുക്കിൽ റീൽസ് കാണുന്ന സമയത്ത് ആക്സിഡൻ്റലി കണ്ട ഷെറിൽ ലീ റാൽഫ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ആക്ട്രസ്സാണ്. അവരൊരു അവാർഡ് റിസീവ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ഒരു സ്പീച്ചാണ്. അതിലൊരു 2 വരി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. People don't have to like you. People don't have to love you. They don't even have to respect you. But when you look in the mirror, you better love what you see. അതാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. നമ്മളെ തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മുടെ ലുക്കോ ഡ്രസ്സോ നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന സ്റ്റൈലോ ഒന്നല്ല, നമ്മളുടെ ഉള്ളിലുള്ള നമ്മളെ ആരിഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടണം. അത് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഒരുപോലെ പറയാണ്. പരസ്പരം സ്നേഹിക്കുക, സമാധാനത്തോടെ ജീവിക്കുക, നിങ്ങളെ തന്നെ ഇഷ്ടപ്പെട്ട് ജീവിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദിയിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി നന്ദി അറിയിക്കുന്നത് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം സാറിനാണ്. സാറിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S. ജയശ്രീ മാഡം വേറെ ഒരുപാട് പ്രോഗ്രാംസിൻ്റെ തിരക്കിലിടയ്ക്ക് നമ്മുടെ പ്രോഗ്രാമിന് വന്നു സംസാരിച്ചു, പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാഡത്തിനും ആരോഗ്യവകുപ്പിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിച്ച ശ്രീ രചന ശ്രീധരൻ, കൺസൾട്ടൻറ്റ്, ജില്ലാ TB കേന്ദ്രം കോഴിക്കോട്, മാഡത്തിനും നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി ഇവിടെ നമ്മൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച രാവിലെ സാർ എത്തിയിട്ടുണ്ടായിരുന്നു അഡീഷണൽ DMO ഡോക്ടർ രാജേഷ് സാർ, ശ്രീ കണ്ണൻ ഡെപ്യൂട്ടി ഡയറക്ടർ കസാക്സ്, ശ്രീമതി അഞ്ജന ജി അസിസ്റ്റന്റ് ഡയറക്ടർ കസാക്സ്, ശ്രീ ഡോക്ടർ ലജിനി A ചെയർപേഴ്സൺ IMA കോഴിക്കോട്, ശ്രീ സുരേന്ദ്രൻ N ടെക്നിക്കൽ അസിസ്റ്റന്റ് ജില്ലാ മെഡിക്കൽ ഓഫീസ് കോഴിക്കോട്, ശ്രീ ഫസീൽ അഹമ്മദ് ജില്ലാ കോർഡിനേറ്റർ NSS സെൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവർക്കും ആരോഗ്യവകുപ്പിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് കൂടാതെ ഇവിടെ നമ്മൾ ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷാ വിജയികളായിരുന്ന കുമാരി ജസീല ജന്നത്ത് P കുട്ടിയുടെ സഹോദരൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ആരോഗ്യവകുപ്പിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഡോക്ടർ ആതിര സുഗതൻ,
ആ കുട്ടിക്കും ആരോഗ്യവകുപ്പിൻ്റെ ഇവിടെ എത്തിച്ചേർന്നതിൽ ആരോഗ്യവകുപ്പിൻ്റെ പേരുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുകയാണ്. ഇന്ന് നമുക്ക് 2 സെഷൻസാണുള്ളത്. ആദ്യത്തെ സെഷൻ എടുക്കുന്നത് ശ്രീമതി ഉഷാദേവി മാഡം, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ, കോഴിക്കോട് കോർപ്പറേഷൻ. രണ്ടാമത്തെ സെഷൻ അഡ്വക്കേറ്റ് PM ആതിര, മുൻ അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡർ, സ്ത്രീ നിയമവും എന്നാണ് സെഷൻ്റെ പേര്. രണ്ടുപേർക്കും നന്ദി അറിയിക്കുക. എല്ലാവരും സെഷൻസിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞ കണക്ക് ഒരു പാട്ടിന് ശേഷം നമുക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. AKG Memorial Cooperative Hospital, Kannur. Astromims Hospital, we'll treat you well. Chala East, Kannur. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. ലോക വനിതാ ദിന ആചരണത്തിൻ്റെ ഭാഗമായി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല ബോധവൽക്കരണ സെമിനാറിൻ്റെ 2ാം പാദത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മിഴി ചിമ്മി തുറക്കുന്ന അത്ര ദ്രുതഗതിയിലാണ് സമൂഹത്തിൽ പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങളിലെ കൊച്ചു കൂട്ടായ്മകൾ മുതൽ ബഹിരാകാശത്ത് വരെ സ്ത്രീ തൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. എങ്കിലും ആശയങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകളിലും ആവിഷ്കാരത്തിലും നയങ്ങളുടെ രൂപീകരണത്തിനും രാഷ്ട്രീയ രംഗം ഇന്നും വളക്കൂറുള്ള ഒരു മണ്ണാണ്. അത് നിസ്തർക്കമായിട്ടുള്ള ഒരു വസ്തുത കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ 2ാമത്തെ പാദത്തിലെ സെമിനാറിൻ്റെ 2ാമത്തെ പാദത്തിലെ ചർച്ച നടക്കുന്നത് സ്ത്രീയും കക്ഷി രാഷ്ട്രീയവും. നിങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയത്തെക്കുറിച്ച് അവതരണം നടത്തുന്നത് ശ്രീമതി ഉഷാദേവി P, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ, കോഴിക്കോട് കോർപ്പറേഷൻ. മാഡത്തിനെ സ്നേഹാദരത്തോടു കൂടി അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിനായിട്ട് ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്, ഇനിയും നടക്കാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വനിതാ ദിനം കേവലം ഒരു ദിനം മാത്രമല്ല, അതിന് ഒരു നൂറ്റാണ്ടിനപ്പുറം ഉള്ള ഒരു പോരാട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ആ ദിനം. ഓർമ്മ പുതുക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മകളെ ഒന്നും കൂടി അയവിറക്കുക മാത്രമല്ല, എങ്ങനെയായിരുന്നു നമ്മൾ, എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നുള്ള വസ്തുതകളെ ആ ദിനത്തിൽ നമ്മൾ വിശകലനം ചെയ്തും കൂടി പോകുന്നതാണ് വനിതാ ദിനങ്ങൾ എന്ന് പറയുന്നത്. ഓരോരുത്തരെയും കുറിച്ച് ഓരോ ഓർമ്മ. ഇപ്പോൾ നവംബർ 14 നെഹ്റുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നെഹ്റു ചാച്ചാ നെഹ്റു എന്നുള്ളതല്ല, ആരായിരുന്നു നെഹ്റു, ഇന്ത്യക്ക് എന്തായിരുന്നു നെഹ്റു ചെയ്ത സംഭാവനകൾ, ഈ കാലത്ത് നെഹ്റു ചെയ്ത സംഭാവനകൾ കൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നും കൂടി വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. 1800 സംസാരിക്കുന്നുണ്ട്, സംസാരിക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ട എന്നുള്ളവരും സംസാരിക്കണം എന്നുള്ളവരും എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. സംസാരിക്കാതിരുന്നാൽ വലിയ ഉപകാരം, ഇങ്ങോട്ട് വല്ലാതെ കേൾക്കും. നിശബ്ദതയാണ് ഏതൊരു ചർച്ചയ്ക്കും നല്ല ഒരു വഴി തുറക്കുന്നത്. 1857 ന്യൂയോർക്കിലെ തൊഴിലാളികൾ നടത്തിയ അതിധീരമായ ഒരു പോരാട്ടത്തിൻ്റെ ഓർമ്മയാണ് വനിതാ ദിനമായി ആചരിക്കുന്നത്. 1857 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, അന്ന് ലോകത്തെ വനിതകളുടെ സ്ഥിതി. കൂലിക്കും തൊഴിലിനും മിതമായ ഭക്ഷണത്തിനും അവർക്ക് ആവശ്യമായ ഭക്ഷണത്തിനും അവരുടെ ജോലി നിലനിർത്തുന്നതിനും വോട്ടവകാശത്തിനും വേണ്ടി അവർ ന്യൂയോർക്കിലെ തെരുവീതികളിലൂടെ വലിയ രീതിയിൽ ഒരു സമരം നയിച്ചു. ആ സമരത്തിൽ അവരുടെ വളരെയധികം പേർ കൊല്ലപ്പെട്ടു.
എന്നിരുന്നാലും അവരുടെ സമരം അവർ തുടർന്നു എന്നുള്ളതാണ്. 1857 കാലഘട്ടം എന്ന് നിങ്ങൾ ഓർക്കണം. അവിടെ നിന്ന് മാറി 1907 വീണ്ടും ന്യൂയോർക്കിലെ സ്ത്രീകൾ, തയ്യൽ തൊഴിലാളികൾ അവരുടെ കൂലിയും വേലയും നശിച്ചപ്പോൾ ന്യൂയോർക്കിൻ്റെ തെരുവീതികളിലൂടെ സമരം നടത്തി. ആ സമരത്തിലും നിരവധി ജീവൻ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഓർമ്മയ്ക്കാണ് വനിതാ ദിനമെന്ന് ആചരിക്കുന്നത്. ആദ്യത്തെ വനിതാ ദിനം ആചരിക്കാൻ തീരുമാനിക്കുന്നത് 1910 ഈ ലോകത്തെ ക്ലാര സെറ്റ്കിൻ എന്ന് പറയുന്ന വനിത ലോകത്തിന് വലിയ സംഭാവനകളാണ് നൽകിയത്. അവരെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. വിമോചന പ്രസ്ഥാനത്തിൻ്റെ അതിപ്രശസ്തയായ നേതാവായിരുന്നു ജർമ്മനിയിലെ ക്ലാര സെറ്റ്കിൻ. ജപ്പാനിലെ കേപ്പൻഹോഗിൽ വെച്ച് 1910 72 രാജ്യങ്ങളിലെ വനിതകളെ കൂട്ടിക്കൊണ്ട് ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. ആ സമ്മേളനത്തിനാണ് മാർച്ച് 8 വനിതാ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ വനിതാ ദിനം ലോകത്തെമ്പാടും ആചരിക്കാനുള്ള അംഗീകാരം നൽകിയത് 1975 ഓർക്കണം. 1975 വരെയും നമ്മൾ വനിതാ ദിനം ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമില്ലാതെ നടത്തിയിരിക്കും. ഓരോ വനിതാ ദിനത്തിനും ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കും. ആ മുദ്രാവാക്യത്തെക്കുറിച്ച് ഇവിടെ പറയാം. നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നേട്ടങ്ങൾക്കായിട്ടല്ല, സ്ത്രീ സമൂഹത്തിൻ്റെ നേട്ടങ്ങൾക്കായി പ്രവർത്തിക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് അറിയണം. ഇനി നമ്മുടെ വിഷയം വരുന്നത് കക്ഷി രാഷ്ട്രീയവും വനിതകളും എന്നാണ്. എന്താണ് രാഷ്ട്രീയം? എന്താണ് കക്ഷി രാഷ്ട്രീയം? ഇവിടെ ഇരിക്കുന്ന കുട്ടികളുമായി സംവദിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കക്ഷി രാഷ്ട്രീയം എന്താണ്? കക്ഷി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ യുവതലമുറയാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളിൽ പലരും പറയും എനിക്ക് രാഷ്ട്രീയമില്ല എന്ന്. രാഷ്ട്രീയമില്ല എന്ന് പറയുന്നവരൊന്ന് കൈപൊക്കൂ. രാഷ്ട്രീയം എനിക്കില്ല എന്ന് പറയുന്നവരൊന്ന് കൈപൊക്കൂ. എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടോ? രാഷ്ട്രീയത്തെ കുറിച്ച് ഉത്തമമായിട്ടുള്ളൊരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമില്ല എന്നുള്ളൊരു ഇത് വരുന്നത് അല്ലേ. രാഷ്ട്രീയം ഇഷ്ടമില്ലാത്തവരില്ല അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എന്താണ് കക്ഷി രാഷ്ട്രീയം? ഒരു പൊതുവായ ആശയത്തിന് വേണ്ടി, ഒരു പൊതുധാരയ്ക്ക് വേണ്ടി കുറേ ആൾക്കാർ, ഒരേ മനസ്സുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോഴാണ് കക്ഷി രാഷ്ട്രീയം ഉടലെടുക്കുന്നത്. മനസ്സിലായില്ലേ? കക്ഷി രാഷ്ട്രീയം മനസ്സിലാവാത്തതും സംശയമുള്ളതും അപ്പ ചോദിച്ചു പോകുന്നതാണോ പിന്നെ ചോദിക്കണാണോ എന്ന് ഇവർ പറയാം. എനിക്ക് അപ്പ ചോദിച്ചു പോയാൽ വലിയ സൗകര്യമായിരുന്നു. എനിക്ക് അപ്പം തന്നെ ചോദിച്ചിട്ട് ഒരു പെരുമ്പാമ്പ് ഞങ്ങളുടെ നാട്ടിൽ അവിടെ കളിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാനുമായും ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനെ പിടിച്ചില്ലെങ്കിൽ എനിക്കിപ്പോൾ പ്രശ്നം വരും. അതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പോകാൻ പറ്റൂ. ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഏറ്റവും താഴേക്കിടയിൽ കിടന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞു വേഗം പോവാം. കക്ഷി രാഷ്ട്രീയം എന്താണെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇനി വനിതകൾ എങ്ങനെയാണ് കക്ഷി രാഷ്ട്രീയം? ഇപ്പം രാഷ്ട്രീയം എങ്ങനെയാണ് ഈ ലോകത്ത് സമസ്ത തലങ്ങളിലും നടക്കുന്ന ഒരാളൊന്ന് എണീറ്റ് പറയൂ, എങ്ങനെയാണ് ഒരു കക്ഷി രാഷ്ട്രീയം നമ്മുടെ ലോകത്തെ വനിതകളെ ബാധിക്കുന്നത്? എങ്ങനെയൊന്ന് പറയൂ. എങ്ങനെ ബാധിക്കുന്നു? ക്രൂഡ് ഓയിലിൻ്റെ വില ആർക്കെങ്കിലും അറിയുന്നു എത്രയെന്ന്? ക്രൂഡ് ഓയിൽ ഒരു ബാരൽ എണ്ണ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 188 ലിറ്റർ .6 ഒരു ബാരൽ എണ്ണ. ഒരു ബാരൽ എണ്ണയുടെ വിലയാണ് ഇന്ന് എത്രയാണ്? $300. $300 എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എത്രയാവും? 4000-നടുത്ത് രൂപയാവും. മനസ്സിലാവുണ്ടോ? 12 ഉൽപ്പന്നങ്ങളാണ് ക്രൂഡ് ഓയിലിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിലൊന്ന് ഏതാണ്? പെട്രോളിയം. രണ്ടെന്താണ്? ഗ്യാസ്. ഇനി ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനം പെട്രോളിയവും ഗ്യാസാണ്. 12 ഉൽപ്പന്നങ്ങളാണ് ക്രൂഡ് ഓയിൽ സംസ്കരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ നമ്മൾ $300 വാങ്ങുമ്പോൾ ഇവിടെ സ്വാഭാവികമായി എണ്ണയുടെ വില കൂടില്ലേ? നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റുമോ? സാധനങ്ങളുടെ വില കൂടില്ലേ? സാധനങ്ങൾ വില, അതായത് കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവരല്ലേ? നമ്മളൊരു ഉപഭോക്ത സംസ്ഥാനമാണ്. ഓരോന്നും മറ്റിടങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സാധനങ്ങളുടെ വില സ്വാഭാവികമായിട്ടും കൂടും ഇല്ലേ? അത് നമ്മളെ അടുക്കളയെയും ജീവിതത്തെയും ബാധിക്കും. അപ്പോൾ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അത് നിങ്ങൾക്ക് സമർത്ഥിക്കട്ടോ. നിങ്ങൾ കൈമടക്കിയിരുന്നവരൊന്ന് സമർത്ഥിക്കുക. എങ്ങനെ ബാധിക്കില്ല എന്ന് പറയുന്നത്, ബാധിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എല്ലാ ചലനങ്ങളും നമ്മളെ ബാധിക്കും, നടക്കും. ഇപ്പോൾ ഇറാനിലെ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഇത് പറയുകയാണ്. ട്രംപും ഇറാനും കൂടിയിട്ട് ഇസ്രായേലും കൂടിയിട്ടാണല്ലോ ഒരു കക്ഷിയായിട്ടാണല്ലോ ഇതാവുന്നത്. ഇപ്പോൾ ഇറാനിൽ 118 സ്കൂൾ കുട്ടികളെയാണ് കൊന്നത്.
118 സ്കൂൾ കുട്ടികൾ, പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്കാണ് ബോംബിട്ടത്. അതൊരു രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയം അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതും ഒരു രാഷ്ട്രീയമാണ്. എന്തിൻ്റെ രാഷ്ട്രീയം? നമ്മൾ തലമുറകൾ ചിന്തിച്ച് പ്രവർത്തിക്കണം. മൊബൈലും ഈ യൂട്യൂബിലും മാത്രം കാണുന്നതല്ല ലോകത്ത് നടക്കുന്നത്. എന്തിനാണ് ആ 118 പെൺകുട്ടികളുള്ള സ്കൂളിനെ മാത്രം നോക്കി ബോംബിട്ടത്? വേറെ എത്രയോ സ്കൂളുണ്ടായിരുന്നു അവിടെ. എന്താ? അതൊരു രാഷ്ട്രീയമാണ്. അതിലെ രാഷ്ട്രീയം എന്താ? അത് കക്ഷി രാഷ്ട്രീയം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാഠമാണ്. ഒരാളെങ്കിലും പറയോ അതെന്താന്ന്? ഒരാളെങ്കിലും പറയോ? ആരെങ്കിലും ഒരാൾ? പ്രിയപ്പെട്ടവരെ, കുട്ടികൾ, പെൺകുട്ടികൾ വളർന്നു വന്നാൽ അവിടെ ഒരു ഗർഭപാത്രം ഉണ്ടാവുന്ന ഉറപ്പാണ്. ആ ഗർഭപാത്രത്തിൽ വീണ്ടും കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന് ഉറപ്പാണ്. ആ കുഞ്ഞുങ്ങൾ ഇസ്രയേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും കൈപൊക്കുമെന്ന് ഉറപ്പാണ്. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുമ്പോൾ അതിലുള്ള രാഷ്ട്രീയം അതാണ്. മനസ്സിലായോ? കൃത്യമായി മനസ്സിലാക്കി പോകണം. വളർന്നു വരുന്ന ഒരു തലമുറയെ നിർമ്മാർജ്ജനം ചെയ്യാനും വളർന്നു വരുന്നൊരു സ്ത്രീ സമൂഹത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുമാണ് ഇതുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിയോജിക്കട്ടോ, ഞാൻ പറയുന്നതിനോട് വിയോജിക്കാനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെയാണ് 17,000 സ്ത്രീകളെയും കുട്ടികളെയും ഇസ്രായേൽ ഗസയിലും കൊന്നത്. ഇതിനൊരു രാഷ്ട്രീയമുണ്ട്, എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണലായിട്ടാണ് എങ്ങനെയാണ് ഈ രാഷ്ട്രീയം ബാധിക്കുക? ഇപ്പോൾ നവ്യ എൻ്റെ മകളുടെ കൂട്ടുകാരിയാണ്. അവൾ ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് കേൾക്കണം എന്നുണ്ടായിരുന്നു, വരാൻ പറ്റിയില്ല. അപ്പോൾ നവ്യയും എൻ്റെ മകളും കൂടിയായിരുന്നു ചെസ്സ് കളിക്കാൻ എല്ലാ ഇടങ്ങളിലും ഒരുമിച്ച് പോകാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബാങ്കിലാണ് ജോലി. ഞാനൊരു സ്റ്റേറ്റ് ബാങ്കിലെ എംപ്ലോയിയാണ് വിചാരിച്ചോളൂ. എന്നോട് മാനേജർ പറയുകയാണ്, ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയം എൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. രാജ്യം ഭരിക്കുന്നത് ഒരു കക്ഷി രാഷ്ട്രീയമാണല്ലോ. ഒരു കക്ഷി രാഷ്ട്രീയം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത്ര രൂപയുടെ ടാർജറ്റ് പൂർത്തിയാക്കണം എന്ന് പറയും. പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ എനിക്കത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. ക്രമേണ എന്താണ്, എനിക്ക് ടെൻഷൻ വരും അല്ലേ, എൻ്റെ ജോലിയോട് മടുപ്പ് വരും. അങ്ങനെ ഇവരുടെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് രാജിവെച്ചു. അപ്പോൾ ആ കുട്ടിയോട് അതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു പിരിവിൻ്റെ പുസ്തകം, എൻ്റെ മെയിൻ പണി പിരിവാണല്ലോ. പിരിവ് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ അവളുടെ വീട്ടിൽ ചെന്നിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഈ രാഷ്ട്രീയത്തോടൊന്നും തീരെ താല്പര്യമില്ല, പിന്നെ ഗായത്രിയുടെ അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ സംഭാവന തരുന്നു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ ജോലി രാജിവെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ ജോലി രാജിവെച്ചതെന്ന് ചോദിച്ചു. പേര് വരികയാണ്, പേര് വരാൻ പാടില്ല. ജോലി രാജിവെച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് തുടർന്ന് പോകാൻ പറ്റില്ല, എനിക്ക് ഈ ടെൻഷൻ സഹിക്കാൻ പറ്റില്ല, എനിക്കിതും കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ജോലിയിലെന്ന്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ജീവിതത്തെ, ഒരു സ്ത്രീയുടെ ജീവിതത്തെ ബാധിക്കുന്നത് ഒരു കക്ഷി രാഷ്ട്രീയം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വെറും ഒരു ചെറിയ ടോപ്പിക്കല്ല, അത് ആരെടുത്താലും അത് നല്ലൊരു ടോപ്പിക്കാണ് കേട്ടോ. നല്ലൊരു ടോപ്പിക്ക്. ആരാണ് സെലക്ട് ചെയ്ത് വെച്ചാൽ സാറല്ലേ? നല്ലൊരു ടോപ്പിക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയണു എന്നുള്ളതല്ല, ആര് പറഞ്ഞാലും ഇത് ആരെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ മീനിന് വില കൂടിയാൽ അതും സ്ത്രീകളെ ബാധിക്കും. എങ്ങനെ ബാധിക്കും? 10 മീൻ കിട്ടിയാൽ 6 എണ്ണവും ചെക്കന്മാർ തിന്നുകൊണ്ട് പോകും. ഇപ്പോൾ തുല്യതയിലാണ് ഉള്ളത്, ഇപ്പം അങ്ങനെ കൊടുക്കില്ല. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്താണെങ്കിൽ 4 എണ്ണം മുകേഷിന് 2 എണ്ണം അണക്ക് എന്നാണ് പറയുക. ഞാനിത് സമ്മതിച്ചിട്ടേ ഇല്ല എൻ്റെ ചെറുപ്പം തൊട്ടിട്ട്. എനിക്ക് 3 അവന് 3 എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ സമ്മതിക്കില്ലേലും അതും പിന്നെ ആർക്കാ ഉണ്ടാവാതിരിക്കുക? അമ്മയ്ക്ക്. സ്ത്രീകളെ ഈ രാഷ്ട്രീയം വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയണം. 1 കിലോ അരിയുടെ വില കൂടുമ്പോൾ, 1 ലിറ്റർ പെട്രോളിൻ്റെ വില കൂടുമ്പോൾ, സാധനങ്ങളുടെ വില കൂടുമ്പോൾ, സ്ത്രീ ജീവിതങ്ങളെ ഗ്യാസിൻ്റെ വില കൂടുമ്പോഴൊക്കെ ഇപ്പം അടുപ്പ് കത്തിക്കാൻ ഏതെങ്കിലും ആണുങ്ങൾ തയ്യാറാവോ? മുട്ടിയും കല്ലും എടുത്തുകൊണ്ടെന്ന് വിറക് തേടി കൊണ്ടുവന്നിട്ട് കത്തിക്കേണ്ടത് സ്ത്രീകളാണ്. എത്ര പുരോഗമനം പറഞ്ഞാലും സ്ത്രീകളെ അത്രയ്ക്കൊന്നും പുരോഗമനവാദികളായി വീടിനുള്ളിൽ കാണുന്നില്ല എന്നുള്ളത് നഗ്ന സത്യ. ജനാധിപത്യം എന്ന് പറയുന്നത് ചെരുപ്പ് വാതിലിൻ്റെ പുറത്തൂരിടും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 1 ഗ്ലാസ് ചായ, പത്രമെടുക്ക്, പേസ്റ്റ് എടുക്ക്, ഇതൊക്കെ ഇപ്പോഴും വീടുകളിൽ നടക്കുന്നതാണ്. എത്രയോ ഗതികെട്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തരായി ചിന്തിക്കാനും വ്യത്യസ്തരായി ചലിക്കാനും നമുക്ക് സാധിക്കുന്നത് എപ്പോഴോ അപ്പോഴാണ് നമ്മൾ രാഷ്ട്രീയ ബോധമുള്ള ജീവിയായി മാറുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു രാഷ്ട്രീയ ബോധം നമ്മളിലേക്ക് വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലാണ്. ഏത് രാഷ്ട്രീയമായാലും അത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് മാത്രമല്ല, അത് വ്യക്തി അധിഷ്ഠിതമാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത കാര്യം, ഇപ്പം ഞാനിവിടെ ഇതൊക്കെ പറയുമ്പോൾ കേരളത്തിലെ
ഒരു കക്ഷി രാഷ്ട്രീയത്തിലൂടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃക തീർത്തിട്ടുണ്ട്. അതാരാ? അതെന്താ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നല്ല മാതൃക തീർത്ത് ലോകം മുഴുവൻ കുടുംബശ്രീയാണോ? യെസ്, മേഡാണത് പറഞ്ഞത്. വളരെ മോശം. നിങ്ങൾ ആരെങ്കിലും അത് പറയണമായിരുന്നു. കുടുംബശ്രീ അല്ലേ? അതിന് സംശയമില്ല. കാരണം അത്രയ്ക്ക് 998 കുടുംബശ്രീ പ്രസ്ഥാനം 998 1998 മെയ് 17 ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടി മലപ്പുറത്ത് വെച്ച് പ്രഖ്യാപിച്ചൊരു നയമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുടുംബശ്രീ. സ്വന്തമായി തൊഴിൽ, സ്വന്തമായി ബിസിനസ്, സ്വന്തമായി വാഹനം, സ്വന്തം അതുപോലെ നമ്മുടെ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തുകളിൽ പ്രാമുഖ്യമായ സ്ഥാനങ്ങൾ ഒക്കെ കുടുംബശ്രീയിലൂടെയാണ് സ്ത്രീകൾക്ക് ലഭിച്ചത്. ഇന്ന് ഒരു വീട്ടിൽ ഒരാളെങ്കിലും കുടുംബശ്രീയിൽ അംഗമാണ്. ഇന്ന് കേരളത്തിൽ എത്ര ലക്ഷം ആൾക്കാർ കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആർക്കറിയാം? ഒന്ന് കൈപൊക്കൂ. നിങ്ങളൊക്കെ കുടുംബശ്രീ പ്രവർത്തിക്കുന്നവരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. 46 ലക്ഷം സ്ത്രീകളാണ് കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നത്. 46 ലക്ഷം സ്ത്രീകൾ. 1,45,000 യൂണിറ്റിലൂടെ 46 ലക്ഷം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന് ഒരു രാഷ്ട്രീയം എത്രമാത്രം ഉതകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സ്ത്രീകൾ എപ്പോഴും പറയും എനിക്കൊരു രാഷ്ട്രീയമില്ല. സ്ത്രീകളുടെ ജീവിതം നിർണ്ണയിക്കുന്നതിലും സ്ത്രീകളുടെ ജീവിതത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയം വല്ലാതെ ഇടപെടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുടുംബശ്രീ മാത്രമല്ല, അതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട്. എല്ലാം എടുത്തു ഞാൻ പറയുന്നില്ല. അപ്പം ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കുട്ടിയാണ്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു കക്ഷി രാഷ്ട്രീയം സ്ത്രീകളെ അതിലേക്ക് കൊണ്ടെത്തിച്ചു വെക്കണം. 2004 UPA എന്ന് പറയുന്നൊരു സർക്കാർ, ഒരു കക്ഷികളുടെ ഭരണത്താണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ തുടങ്ങിയത്. എന്തിനാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ കൊടുക്കാൻ തുടങ്ങിയത്? അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനല്ല. വളരെ വയസ്സായ സ്ത്രീകൾ, സമൂഹത്തിനു വേണ്ടി ജോലി ചെയ്തവർ, അവരുടെ ഒരു വയസ്സുകാലത്ത് അവർക്ക് വെറുതെ കിട്ടുന്നു എന്നൊരു പൈസ തോന്നാതെ ചെറിയ തൊഴിലെടുപ്പിച്ചുകൊണ്ട് പൈസ അവരുടെ കയ്യിലേക്ക് എത്തിക്കുന്നതാണ് തൊഴിലുറപ്പ്. തൊഴിലാളി തൊഴിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കുമല്ലോ. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ധനം 300-400 രൂപ അവരുടെ കയ്യിലേക്ക് വെറുതെ വെച്ചു കൊടുക്കുന്നു എന്ന തോന്നലില്ലാതിരിക്കാൻ ചെറിയ പണികളെ അവരെ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നത് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇതായിട്ടാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇനി ഞാൻ എങ്ങനെ ഇടതുപക്ഷ സഹയാത്രികയായി, ആതിരയൊക്കെ നമ്മളെ കുടുംബപരവും അതിനൊപ്പുറവും. നമ്മുടെ ഏറ്റവും വലുത് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് വിശപ്പാണ് ഏറ്റവും വലുത്. വിശപ്പും നമുക്ക് പോകാനുള്ള മാർഗങ്ങളും നമ്മളെ ആരാണ് സംരക്ഷിക്കുന്നതും നമ്മുടെ ജീവിത രീതിയിൽ ആരാണ് മാറ്റം വരുത്തുന്നതെന്ന് കണ്ടുപഠിക്കാനും കേട്ട് പഠിക്കാനുള്ള അവസരങ്ങളാണ് നമ്മളെ ഒരു വഴിയിലേക്ക്, അല്ലേ, വേറൊരു വഴിയിലേക്ക് നമ്മളെ പിന്നെ വലുതാവുമ്പോൾ മാറുന്നവരുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ഈ അച്ഛൻ പറയുന്നതും അമ്മ പറയുന്നതും അല്ലാതെ സ്വയമേ ചിന്തിച്ചുകൊണ്ട് ഞാൻ എവിടെ എത്തി നിൽക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് 18 വയസ്സ് കഴിയുന്നൊരു കുട്ടി കൃത്യമായി മനസ്സിലാക്കുകയും അത് അച്ഛനെയും അമ്മേനെയും ബോധിപ്പിക്കാനുള്ള ഒരു നല്ലൊരു കഴിവ് ആ കുട്ടികൾക്ക് ഉണ്ടാവണം. അത് സ്ത്രീ ശാക്തീകരണത്തിലൂടെ കഴിയൂ. ഇന്നലെ ഇപ്പോൾ മോണോലിസ ഇവിടെ കല്യാണം കഴിഞ്ഞു, അല്ലേ, ഇവിടെ വന്നിട്ട്. മോണോലിസ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു കാര്യം ഓർക്കണം. ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ ഒരു സ്ത്രീക്ക് വിവാഹം ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ സാധ്യതയുള്ളത് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമുള്ള സ്ഥലത്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതും കൂടി മനസ്സിലാക്കണം. എങ്ങനെയാണ് കക്ഷി രാഷ്ട്രീയം ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, എന്തിനാണ് കക്ഷി രാഷ്ട്രീയം എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, രാഷ്ട്രീയം മനുഷ്യൻ്റെ ജീവിതത്തിന് വലിയ വിലയാണ് കൽപ്പിക്കുന്നത്. രാഷ്ട്രീയ ബോധവും നല്ലതാണ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ജീൻ വാൽജീനെ, വിക്ടർ യുഗയുടെ പാപങ്ങൾ വായിച്ച ഒരു പാതിരുണ്ടാവും. വേറെ ആരെങ്കിലും പാപങ്ങൾ എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ? വിക്ടർ യുഗയുടെ മലയാള തർജ്ജമയുണ്ട്. സാറ് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെറുപ്പക്കാർക്ക് 40 വയസ്സ് കഴിഞ്ഞവർക്കും ഒക്കെ അതിൽ പങ്കെടുക്കാം. ഇപ്പം എല്ലാവർക്കും ഒരു തൊഴിലായിട്ട് അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. കാരണം
വെറുതെ ഒരു പൈസ ഒരു കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല. എന്തെങ്കിലും തൊഴിൽ ചെയ്ത് അത് വാങ്ങുമ്പോൾ ആത്മാഭിമാനത്തോടെ അത് വാങ്ങാൻ കഴിയും. പിന്നെ ഒരു കാര്യം, ഇപ്പൊ 1000 രൂപ സ്ത്രീകൾക്ക് സുരക്ഷാ പെൻഷനായി കൊടുത്തില്ലേ, അത് അവരനുഭവിക്കുന്ന ആ ഒരു പ്രയാസങ്ങൾക്ക് അതൊക്കെ ഒരു മാതൃകയാണ്, ഇതിന്റെ മാതൃകയാണ്. അത് വാങ്ങുന്ന എത്രയോ ആൾക്കാരിപ്പായി. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ഇത് കൊടുക്കാതെ ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു മറുവശം കൂടെ പറയാനുണ്ട്. ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കൃത്യം 1 മാസം മുന്നേ എല്ലാ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കും 10,000 രൂപ വന്നു. അതൊരു കക്ഷി രാഷ്ട്രീയമാണ്. അത് അവിടെ ആരാണോ ഭരിക്കുന്നത് അവരാണ് ആ 10,000 രൂപ. നേരെ മറിച്ച് കേരളത്തില് പിന്നെ നമ്മളിപ്പോ 1000 രൂപ കൊടുക്കുന്നത് തുടർന്നാണ് കൊടുക്കുന്നത്, ഒരൊറ്റ സമയത്തല്ല കൊടുക്കുന്നത്. എത്ര കാലത്തോളം ഉണ്ടോ അത്ര കാലത്തോളമാണ് കൊടുക്കുന്നത്. സ്ത്രീ തൊഴിലുറപ്പിന്റെ കൃത്യമായിട്ടുള്ളത് ഇതാണ്. ഒരുവിധം പ്രായമായ വലിയ തൊഴിൽ ചെയ്യാത്തവർക്ക് വെറുതെ പൈസ കൊടുക്കുന്നു എന്ന തോന്നലില്ലാതെ സാമൂഹ്യ വ്യവസ്ഥയിൽ അവരും ഉൾക്കൊള്ളേണ്ടവരാണെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് തൊഴിലുറപ്പ്. വനിതാ ശാക്തീകരണം ഇത്രയും ശക്തമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ലാത്തത്? വനിത പ്രധാനമന്ത്രിയാണോ എന്നുള്ളതല്ല ഒരു രാജ്യത്തിന്റെ പ്രശ്നം. ഒരു രാജ്യത്തിന്റെ പ്രശ്നം ആ രാജ്യത്തിന്റെ നാനാതട്ടിലും സമതലത്തിലും ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതോ മാർഗം താഴെ തട്ട് വരെ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് അവരുടെ പ്രധാന പ്രശ്നം. മുഖ്യമന്ത്രി സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ആരായിരുന്നാലും ഭരണതലത്തിൽ നമുക്ക് എല്ലാം ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആളെ തെരഞ്ഞെടുക്കുമ്പോൾ. അല്ലാതെ വനിതകൾ ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ വനിതാ ശാക്തീകരണവും നടക്കില്ല. 33% സംവരണം ഇതുവരെ പാർലമെന്റിൽ പാസ്സാക്കാൻ സാധിച്ചില്ല. ആ ബില്ല് മേശപ്പുറത്തേക്ക് വെക്കുമ്പോഴേക്കും ഉത്തരേന്ത്യൻ ആൾക്കാർ വരും, ഞങ്ങളുടെ കുട്ടികളെ ആര് നോക്കും, ഞങ്ങൾക്ക് ആര് റൊട്ടിയുണ്ടാക്കി തരും, ഞങ്ങളെ പശുക്കളെ ആര് കറക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. ഇന്നുവരെ അത് സാധ്യമായിട്ടില്ല. നേരെ മറിച്ച് കേരളത്തിൽ 50% സ്ത്രീകൾക്ക്, ഇന്നിപ്പോ കോർപ്പറേഷനിൽ ഇരിക്കുന്ന ഞങ്ങളിൽ 26 ആള് സ്ത്രീകളാ, ബാക്കി അത്രയും പുരുഷന്മാരുള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് വനിതാ ശാക്തീകരണം കൊണ്ടുവന്ന് ഓരോ സ്ത്രീയെയും പ്രതികരിക്കാനും തൊഴിലെടുക്കാനും സമൂഹത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അനുവദിക്കുക. പുരുഷന്മാരും സ്ത്രീകളും സമ്മിശ്രമായിട്ടുള്ള ഒരു സദസ്സാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ സമത്വം എന്ന് നമ്മൾ വാദിക്കുമ്പോൾ അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു തുല്യതയായിട്ട് തന്നെ നമ്മൾ കരുതണം എന്നുകൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഇത്ര നല്ലൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയതിന് മാഡത്തിന് പിന്നെ കസാക്സിന്റെ പേരിലും ആരോഗ്യ വകുപ്പിന്റെ പേരിലും സ്വന്തം പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഒരു ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മാഡം. താങ്ക് യു മാഡം. താങ്ക് യു സർ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.